അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, മൈക്ക് ഒന്ന് കട്ടായി പോയി. നാം പറഞ്ഞുകൊണ്ട് വന്നത് ഇങ്ങനെ പ്രമാണ വിമർശകരുണ്ട്. അഞ്ഞത്ത് കൈവച്ച് ചോദിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പല പേരിൽ ഇപ്പോൾ പുറത്തു നിർത്തപ്പെട്ട ആളുകൾ ജിന്നുകളോട് തേടുന്നവരാണോ, മലക്കുകളോട് തേടുന്നവരാണോ? അല്ല എന്ന് മാത്രമല്ല, അവരാണ് ഏറ്റവും കൂടുതൽ പലപ്പോഴും അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് നിരന്തരമായി ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ KJU-വിന്റെ ഈ തീരുമാനം ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടുന്നവരാണ് മുജാഹിദുകൾ എന്നത് ആരോപണമാണ് എന്നത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പറയേണ്ടി വരും. ഇവിടെ നമ്മളൊരു കാര്യവും കൂടി ചിന്തിക്കുക. ഹുസൈൻ മടവൂർ സാഹിബ് ഹറമിലെത്തി. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വിളിയാളമുണ്ടായതായി ഞാൻ മനസ്സിലാക്കുന്നു. അഹമ്മദ് അലി മദനി മരണപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ കുറിപ്പിന്റെ പ്രധാനമായ ഒരു മർമ്മം എന്താണ്? അദ്ദേഹം പറഞ്ഞു, തൗഹീദിൽ ആർക്കും ഒരു കുറവും പറ്റിയിട്ടില്ല. ആത്മാർത്ഥമാണെങ്കിൽ അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹം പങ്കുവച്ചതാണ്. തന്റെ പേരിൽ രൂപപ്പെട്ട ഒരു ഗ്രൂപ്പ് തന്റെ നേതൃത്വത്തിൽ 2002 ഇറങ്ങിപ്പോന്ന് 10 വർഷക്കാലം തന്റെ അനുയായികൾ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മുഖത്ത് നോക്കി ജിന്നിനോട് തേടുന്നവർ ജിന്നൂരികൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. അത് തെറ്റായിരുന്നു. തൗഹീദിൽ ആർക്കും ഒരു കുറവും വന്നിട്ടില്ല. അഥവാ 2002 ആഗസ്റ്റ് 23 പിശാച് സേവ നടത്തുന്നവർ എന്ന് എഴുതിയത് തെറ്റായിരുന്നു. 2012 ഒക്ടോബർ 19 AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും ജിന്നുകളോട് വിളിച്ചു തേടാമെന്ന വാദം പറയുന്നു, ഇത് തെറ്റായിരുന്നു എന്ന് 10 കൊല്ലങ്ങൾക്ക് ശേഷം പറയുമ്പോ മടവൂർ സാഹിബ് ഇവിടെ ജ്യേഷ്ഠനും അനിയനും തെറ്റിക്കഴിഞ്ഞു. ഉപ്പയും മകനും മിണ്ടാതായി, പുതിയാപ്പിളയും അമ്മോശനും മിണ്ടാതായി, കുടുംബങ്ങളിൽ പ്രശ്നമായി, പല സ്ഥലത്തും 2 പള്ളിയായി, പള്ളികളിൽ ബഹളമായി, പല പള്ളികളും കൂട്ടേണ്ട അവസ്ഥ വന്നു, ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കൊടുത്തു. ഇപ്പൊ നിങ്ങൾ പറയുന്നു തൗഹീദിൽ ആർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്ന് ചെറിയ മണ്ണം പറഞ്ഞത് ശരിയാണ് എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരെയും പ്രഭാഷകരെയും മാറ്റി നിർത്തുന്ന ആളുകൾ നാളെ പിറ്റേന്ന് ഹറമിൽ ബഹുമാന്യനായ TPO APO എത്തിയിട്ട് അവിടുന്ന് ഇങ്ങനെ തോന്നുമ്പോഴേക്കും ഒരുപക്ഷേ നമുക്കിടയിലും പലരും തെറ്റിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഹാജരാകും, വിചാരണക്ക് വിധേയമാകുമെന്ന വ്യക്തമായ ബോധ്യത്തോടുകൂടി ഹഖ് തുറന്നു പറയുവാനും ദേഷ്യവും വാശിയും മാറ്റി നിർത്തി സ്നേഹവും ഐക്യവും ഉണ്ടാകുന്നതിന് വേണ്ടി ശക്തമായി ആഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ഓർത്തുപോവുകയാണ്, ഈ വിഷയങ്ങളെപ്പറ്റി കൃത്യമായ ബോധ്യമില്ലാത്ത ചില സഹോദരങ്ങൾ പറഞ്ഞു, മഗ്‌രിബിന്റെ സമയത്ത് വാതിലടക്കണം, കുട്ടികളെ പുറത്തു വിടരുത് എന്ന അന്ധവിശ്വാസമൊക്കെ ചിലർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പള്ളിയുടെ മുമ്പിൽ വെച്ച് വയനാട്ടുകാരനായ ഒരു സഹോദരൻ മിമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞു. ആലോചിച്ചു നോക്കണം, എന്തിനാണ് സലഫി മിമ്പർ രൂപപ്പെട്ടത്? എന്നാൽ സഹോദരങ്ങളെ, ആ വിഷയത്തിൽ ഇപ്പോഴും പഠിക്കാൻ അവസരം കിട്ടാത്തവർക്ക് ലളിതമായൊരു മാർഗം പറഞ്ഞു തരാം. വർഷങ്ങളായി മുജാഹിദ് ലൈബ്രറികളിൽ, മുജാഹിദ് പള്ളികളിൽ, മുജാഹിദ് വീടുകളിൽ മുഹമ്മദ് അമാനി മൗലവി ക്രോഡീകരിച്ചിട്ടുള്ള ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകമുണ്ട്. ആ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ വളരെ വിവിധ വിഷയങ്ങൾ എന്ന വേഷഭൂഷണങ്ങൾ എന്ന് പറയുന്ന ആ അധ്യായത്തിന്റെ കീഴിൽ നമുക്ക് കാണാം ബുഖാരി ഹദീസ് കൊടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പാത്രങ്ങൾ മൂടിവെക്കുക, വെള്ളത്തൊട്ടികൾ കെട്ടിവെക്കുക, വാതിലുകൾ അടക്കുകയും ചെയ്യുക. സന്ധ്യാസമയത്ത് ശിശുക്കളെ പുറത്തു വിടരുത്, കാരണം ആ നേരത്ത് ജിന്നുകൾക്ക് ഒരു വിഹാരവും റാഞ്ചലും ഉണ്ട്. അപ്രകാരം തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്കുകൾ കെടുത്തിവെക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസ് തുടരുകയാണ്. സഹോദരങ്ങളെ,
2012 ആരെങ്കിലും പുതുതായി പറഞ്ഞൊരു കാര്യമല്ല, ഇത് അന്ധവിശ്വാസമല്ല, വിശ്വാസമാണ്. പക്ഷെ ഈ കാര്യം അന്ധവിശ്വാസമാണെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധവിശ്വാസിയാണെന്നാണ് സഹോദരൻ അറിയാതെ പറഞ്ഞുപോയത് എന്നത് ഗൗരവപൂർവ്വം മനസ്സിലാക്കുക. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇരിക്കൂർ പള്ളി വിശ്വാസികൾക്ക് ഇന്നലെ തുറന്നു കിട്ടിയിരിക്കുന്നു. അസർ നമസ്കാരത്തോടുകൂടി വിവിധ ഗ്രൂപ്പുകളിട്ട മുഴുവൻ പൂട്ടുകളും പോലീസിന്റെ അനുമതിയോടുകൂടി തച്ചു പൊളിച്ച് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ആ പ്രകാശത്തിന്റെ ഹിദായത്തിന്റെ പ്രകാശം പരത്താനുള്ള പള്ളി മടവൂർ വിഭാഗത്തെ പൂർണ്ണമായും ഔട്ടാക്കിക്കൊണ്ട് അവിടെ തുറന്നിരിക്കുന്നു. അൽഹംദുലില്ലാ. ഈ സന്ദർഭത്തിൽ വിഷമത്തോടുകൂടി പ്രയാസത്തോടുകൂടി പറയാനുള്ളത്, ഒന്നിച്ചു പോയവർ, ഒന്നിച്ച് തോളിൽ കൈവച്ചവർ, ഒന്നിച്ച് നമസ്കരിച്ചവർ, പരസ്പരം പോരടിക്കാനും പള്ളി പൂട്ടുന്നതിന് കാരണമായ യാത്രയും അങ്ങനെ വന്നിട്ട് ആ വെള്ളിയാഴ്ച ജുമാ പോലും കിട്ടാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയുമുണ്ടായ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കണം. നാഥാ, ഞങ്ങളുടെ ആ പോക്ക് പള്ളി പൂട്ടാൻ കാരണമായിട്ടുണ്ട്, പുറത്തു തരേണമേ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ തെറ്റിദ്ധരിച്ചു പോയ സഹോദരങ്ങൾ, അതിന് നേതൃത്വം കൊടുത്തവർ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ഒരിക്കലും ഇത്തരമൊരു സംഭവം നമ്മുടെ സംസ്ഥാനത്ത് ഒരിടത്തും ഉണ്ടാകരുത്. ബഹുമാന്യനായ ഹുസൈൻ സലഫി തിരൂരിൽ വെച്ച് നടന്ന സംസാരത്തിൽ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആരാണോ ഇപ്പോൾ പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവർ തന്നെ തുടർന്ന് പോകട്ടെ, ആരെയും കയറ്റാനും ഇറക്കാനും നമ്മൾ പോകണ്ട എന്ന് പറഞ്ഞത് എന്തിനാണ്? കുഴപ്പമുണ്ടാക്കരുത് എന്നല്ല. വലാ തബ്ഗി ഫസാദ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പത്തെ ആഗ്രഹിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഗൗരവപൂർവം ചിന്തിക്കുക. ഈ ആദർശത്തെ സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ. അല്ലാഹു അല്ലാത്ത ഒരാളോടും, ചിന്നാകട്ടെ മലക്കാകട്ടെ മഹാത്മാക്കളാകട്ടെ കല്ലാകട്ടെ മുള്ളാകട്ടെ ഒന്നിനോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ആ സഹായം തേടി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഇസ്തിഗാസ മറ്റാരോട് നടത്തിയാലും ജിന്നിനോടാകട്ടെ മലത്തിനോടാകട്ടെ അത് ശിർക്കാണ്. ഇനിയോ ഭൗതികമോ അഭൗതികവുമായ ഒരു കാര്യവും ഹാജറുള്ളതോ ഇല്ലാത്തതോ ആയ ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും തേടാനും ചോദിക്കാനും നമുക്ക് പാടില്ല. അത്തരം ഒരു അനുവാദം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവപൂർവം വിഷയങ്ങളെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഇരിക്കൂറിലെ പള്ളി അത് 2.5 മാസം പൂട്ടിക്കിടന്നത് ഗൗരവപൂർവ്വം നമ്മൾ കാണുകയും 10 ജുമഅ അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ജമാഅത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ബാങ്ക്, ഇഖാമത്ത്, ഖുർആൻ പാരായണം ഇവയൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട്. അത് നമുക്ക് പാടില്ലാത്തതാണ്. നമ്മളിൽ നിന്നതൊരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അത് വന്നു പോയതിൽ ഖേദിക്കുക. അതോടൊപ്പം മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കളോട് പറയുന്നു, ഹദീസ് നിഷേധം പച്ചയായി വന്നിട്ടുണ്ട്, വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. ആ നിഷേധങ്ങളുടെ അവസാനത്തെ ആണിയടിക്കലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ, ധാരാളക്കണക്കിന് വർഷങ്ങളിൽ 2012 വരെ മടവൂർ വിഭാഗത്തിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന സംഘടനാ രംഗത്തെ മുമ്പത്തെ അനിയ സുഹൃത്തു കൂടിയായ മുജീബ് റഹ്മാൻ കിനാലൂർ ചേകനൂരുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം ക്രോഡീകരിച്ചു. ആ പുസ്തകത്തിന്റെ പേര് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, നവോത്ഥാനാശയക്കാരായ പലരും മുമ്പ് തന്നെ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പരമ്പരയിലെ ഒരു കണ്ണിയാണ് വാസ്തവത്തിൽ ചേകനൂർ മൗലവിയും എന്നാണ് യഥാർത്ഥത്തിൽ ചേകനൂർ മൗലവി. അപ്പോൾ ചേകനൂർ മൗലവിയെ ന്യായീകരിക്കാനും
ചേകനൂർ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാരിൽ ഉൾപ്പെട്ട ആളാണെന്ന് പറയാൻ ബഹുമാന്യരായ മടവൂർ വിഭാഗം സുഹൃത്തുക്കളെ മുജീബ് റഹ്മാൻ മുന്നോട്ട് വരുമ്പോൾ അറിയുക, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ 1969 വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ചേകനൂർ മൗലവിയെ മറുഭാഗത്ത് നിർത്തിയിട്ട് വാദപ്രതിവാദം നടത്തി അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ തച്ചു പൊളിച്ച് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിച്ചിരുന്നു. അങ്ങനെ തോറ്റമ്പോയ ആ ചേകനൂർ അദ്ദേഹത്തെ ശാരീരികമായി കൈകാര്യം ചെയ്തത് നമ്മളാരും അംഗീകരിക്കുന്നില്ലല്ലോ. ആദർശപരമായി തന്നെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഒരുക്കമാണ്. ശാരീരികമായി കൈകാര്യം ചെയ്യുന്നത് അത് നമ്മുടെ രീതിയല്ല. അങ്ങനെ തകർത്ത് തരിപ്പണമാക്കിയ ആദർശത്തിന്റെ നേതാവ് സർവമത സത്യവാദം പറഞ്ഞ് നമസ്കാരം 3 വഖത്താണെന്ന് പറഞ്ഞ അറിയുക എന്താണ് സക്കരിയ, നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട മലയാള എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തോട് അഥവാ ചേകനോട് വിയോജിപ്പുണ്ട് എന്നാണ്. അദ്ദേഹം ഹദീസുകളെ തള്ളിയപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിക്കാൻ സാധിച്ചത് പ്രവാചകന്റെ ഹദീസ് പഠിച്ചിട്ടാണെന്നൊരു അമുസ്ലിം പറയുമ്പോ ആ അമുസ്ലിം കാണിച്ച മര്യാദയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുജീബിന് കാണിക്കാമായിരുന്നു. പക്ഷേ മുജീബ് അദ്ദേഹത്തെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ആശയക്കാരനായി അവതരിപ്പിച്ചു. അപ്പോൾ ഇനി ഐക്യം നടക്കുകയാണെന്ന് കരുതുക. ആ ഐക്യത്തിന് സ്വാഗതം പറയാൻ മുജീബ് റഹ്മാനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകരചനയിൽ സഹായിച്ച സുഹൃത്ത് റിയാസോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളോ ആണ് സ്വാഗതം പറയുന്നതെങ്കിൽ ഒരുപക്ഷേ ആ സ്വാഗത പ്രസംഗത്തിൽ അവർ പറയുക മഹാനായ KM മൗലവി, വക്കം മൗലവി, ചേകനൂർ മൗലവിയെ തുടങ്ങിയ പോലെയുള്ള ആളുകൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമെന്നല്ലേ ആ ഐക്യ സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഉണ്ടാവുക. അപ്പോൾ സഹോദരങ്ങളെ, മടവൂർ വിഭാഗം എത്തിപ്പെട്ടത് വ്യക്തമായ വഴികേടിലാണ്. അവരെത്തിപ്പെട്ടത് ചേകനൂരിനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായി അവതരിപ്പിക്കുന്ന അവസ്ഥയിലാണ്. 2.5 മാസക്കാലം പൂട്ടിക്കടന്ന പള്ളി തുറന്നപ്പോൾ റബ്ബൊരു ഹൈറ് തന്നു. ചേകനൂരിനെ കുറിച്ച് മിമ്പറിന്റെ മുകളിൽ വെച്ച് പ്രസംഗിച്ചു പോകുന്ന നേതാവായി പ്രസംഗിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരിക്കൂറിലെ മുജാഹിദുകളെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിഞ്ഞോ അറിയാതെയോ പള്ളി പൂട്ടിച്ചു പോകുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ, അവരോട് ദേഷ്യമില്ല, വിദ്വേഷമില്ല, മറിച്ച് വിഷമമാണുള്ളത്, സങ്കടമാണുള്ളത്. ഒരിക്കലും നമുക്കിടയിൽ സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമ്മൾക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരിൽ പലരും തെറ്റിദ്ധരിച്ചവരാണ്. തെറ്റിദ്ധരിച്ചവരെ ശത്രുക്കളാക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ട് വിഷയങ്ങളെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. ബൈലക്സിലേക്ക് വൈകിയെത്തിയവരോട് വീണ്ടും പറയട്ടെ, കഴിഞ്ഞ ഏപ്രിൽ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ചില സഹോദരങ്ങൾ ചെയ്ത അവിവേകം കൊണ്ട് അടച്ചുപൂട്ടിയ ഇരിക്കൂറിലെ സലഫി മസ്ജിദ് അൽഹംദുലില്ലാഹ് ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്നലെ വൈകുന്നേരം അസറോടുകൂടി ഇബാദത്തുകൾക്ക് വേണ്ടി തുറന്നു കിട്ടിയിരിക്കുന്നു. വ്യക്തമായ വിധി വന്നിരിക്കുന്നു. എ പാർട്ടി അഥവാ ഈ കേസിൽ RDO കോടതിയുടെ മുമ്പിൽ വന്നത് 3 പാർട്ടികളായിരുന്നു. എ പാർട്ടി എന്നത് യഥാർത്ഥ മുജാഹിദുകൾ, ബി പാർട്ടി എന്നത് KNM എന്ന സംഘടനയെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നവർ, സി പാർട്ടി എന്ന് പറയുന്നത് മടവൂർ വിഭാഗം. എന്നിട്ട് കോടതി വാദങ്ങൾ മുഴുവൻ കേട്ട ശേഷം RDO കോടതിയുടെ വിധി, RDOയിൽ ഇനി മറ്റൊരു വിധി വരാനില്ല. ആ വിധി എന്താണ്? എ പാർട്ടി ടു ബി ഇൻ ആക്ച്വൽ പൊസഷൻ ആൻഡ് പെർമിറ്റ്സ് ടു കണ്ടിന്യൂ. സിവിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഒരുപക്ഷെ വന്നേക്കാം. പക്ഷേ RDOയുടെ വ്യക്തമായ വിധി വന്നിരിക്കുന്നു. എ പാർട്ടി ടു ബി ഇൻ ആക്ച്വൽ പൊസഷൻ ആൻഡ് പെർമിറ്റ്സ് ടു കണ്ടിന്യൂ. അങ്ങനെ മുജീബുള്ള അൻസാരി തന്നെ അവിടെ ഖുതുബ പറയുന്ന ആ കമ്മിറ്റി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നു. മടവൂർ വിഭാഗത്തിന്റെ തലയുടെ നടുക്ക് ഒലക്ക കൊണ്ട് ഒരു അടി കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞു, നോ ക്വസ്റ്റ്യൻ ഓഫ് പൊസഷൻ അറൈസസ് അബൌട്ട് സി പാർട്ടി. സി പാർട്ടി പറ്റി ഒരു ചോദ്യം തന്നെ അവിടെ വരുന്നില്ല, അവർക്ക് പള്ളിയായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാഹ് പകുതി ഖുതുബകൾ മടവൂർ വിഭാഗത്തിന് കിട്ടുകയും ആ മടവൂർ വിഭാഗത്തിന്റെ കൂടാരത്തിലേക്ക് ചാരപ്രവർത്തനങ്ങൾക്ക് ശേഷം എത്തിപ്പെട്ട KKP അബ്ദുള്ള പോലും ഖുതുബ പറഞ്ഞ ആ വിഷമകരമായ അവസ്ഥ ഒഴിവായി.
പൂർണ്ണമായും തൗഹീദിന്റെ സുന്നത്തിന്റെ ഖുതുബകൾ, പരലോകത്തിന്റെ ഖുതുബകൾ. ഇരിക്കൂറിലെ പാവപ്പെട്ട സ്ത്രീകൾ പറഞ്ഞല്ലോ, പടച്ചോനെ ഞങ്ങൾ റമദാനിൽ എന്ത് ചെയ്യും, എത്ര ദൂരം യാത്ര ചെയ്താണ് ഞങ്ങൾ പള്ളികളിലേക്ക് പോകേണ്ടി വരിക, തറാവീഹിന് പോകുക എന്ന് പ്രയാസപ്പെട്ട കരഞ്ഞുപോയ സ്ത്രീകളുടെ ദുആ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ ഇപ്പോൾ ഒരു കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഒരു ഡോക്ടർ ഒരു വീട്ടിലെ ഗ്രൂപ്പ് യോഗത്തിൽ പറഞ്ഞത്, മടവൂർ വിഭാഗത്തിന് പോയാലും മുജീബുള്ള ഖുത്ബ പറയരുത് എന്നാണ്. ആ പറഞ്ഞത് തെറ്റാണ്, ആ പറഞ്ഞത് ശരിയല്ല. വല്ലൂർ റഷീദ് സാഹിബ് മടവൂരികൾക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടാണ് മുജീബുള്ളയുടെ കയ്യിലേക്ക്, ഇരിക്കൂറിലെ മുജാഹിദ് പ്രവർത്തകരുടെ കയ്യിലേക്ക് ആ പള്ളി കൊടുത്തിട്ടുള്ളത്. അത് മടവൂരികൾ പറഞ്ഞാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞു പോയത് തെറ്റാണ്. നമ്മൾ ആ വിഷയത്തിൽ വിഷമിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൈനീട്ടണം. ഖബറിൽ കിടക്കുന്ന ആ റഷീദ് സാഹിബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മടവൂർ വിഭാഗം ഹദീസ് നിഷേധവുമായി കണ്ണൂർ ജില്ലയിലൂടെ ഓടി നടന്നപ്പോൾ അതിനെതിരെ ശക്തമായ യുദ്ധം പ്രഖ്യാപിച്ച ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു റഷീദ് സാഹിബ്. ഇന്ന് മടവൂർ വിഭാഗത്തിന്റെ തെറ്റുകൾ തിരുത്താതെ ആ ഹദീസുകൾ 60 ഹദീസുകൾ ഞാൻ ലൈഫാക്കിയിട്ട് മുജാഹിദുകൾക്ക് എന്ത് കുഴപ്പമാണ് പറ്റിയത് എന്ന് ചോദിച്ച അബ്ദുസ്സലാം സുല്ലമിയുടെ അദ്ദേഹം ലൈഫാക്കി എന്ന് പറഞ്ഞ 60 ഹദീസുകൾ ഇപ്പോൾ അദ്ദേഹം തിരുത്തിയോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. എങ്കിൽ ആ മടവൂർ വിഭാഗവുമായി ആദർശപരമല്ലാത്ത ഒരു ഐക്യം മുജാഹിദുകൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല. ആദർശപരമല്ലാത്ത ഒരു ഐക്യം ഒരിക്കലും അംഗീകരിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ നേതാവുണ്ടായിരുന്നു, മഹാനായ ഒരു ഹദീസ് പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് മൗലവി. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരു പഠനം എന്ന് പറഞ്ഞ പുസ്തകം ഈ അടുത്തും കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ ആദ്യ പേജിൽ തന്നെ ഹദീസ് നിർവചനം എന്ന ഹെഡിങ്ങിന്റെ കീഴിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ഖുർആനിനോടൊപ്പം തന്നെ ഹദീസും ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽപ്പെട്ടതാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഹദീസിലെ കൽപ്പനകളോ വിലക്കുകളോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം നിർമ്മിതങ്ങളല്ല, മറിച്ച് ഖുർആനിൽ നിന്ന് ഗ്രഹിച്ചതോ അല്ലെങ്കിൽ വഹ്യ് മുഖേന അറിഞ്ഞതോ മാത്രമാകുന്നു. അപ്പോൾ ഖുർആനും ഹദീസും രണ്ടും വഹ്യ് തന്നെ എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ പേജ് അദ്ദേഹം കൊടുത്ത ആയത്ത് സൂറത്തു നജ്മിൽ നിന്ന് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ എന്ന ആയത്ത് കൊടുത്തു. ശേഷം അദ്ദേഹം രണ്ടാമത്തെ പേജിൽ മറ്റൊരായത്ത് കൊടുത്തു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. സൂറത്ത് ഹശ്റിലെ ഈ ഭാഗവും അദ്ദേഹം എടുത്തു കൊടുത്തു. അപ്പോൾ ഖുർആനും ഹദീസും രണ്ടും വഹയാണ്. എന്നാൽ ഹദീസ് വഹയാകുന്നു എന്നതിനെ ഒട്ടേറെ പ്രഭാഷണങ്ങളിലൂടെ മടവൂർ വിഭാഗം ചോദ്യം ചെയ്തിരിക്കുന്നു. ആ ചോദ്യം ചെയ്തത് പിൻവലിക്കാതെ, ഹദീസും വഹി തന്നെ എന്ന് തുറന്നു പ്രഖ്യാപിക്കാതെ എങ്ങനെയാണ് നമ്മൾ അവരുമായി ഐക്യപ്പെടുക? നാം ചിന്തിക്കേണ്ട വിഷയമല്ലേ? അതുകൊണ്ടാണ് ഐക്യ ചർച്ച വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരിൽ 2 വിഭാഗമല്ല, ഇപ്പോൾ 4 വിഭാഗമായി മാറി. 4 വിഭാഗം, 2 വിഭാഗത്തിലും ഐക്യത്തെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ മെയിൽ യുദ്ധം, ഇമെയിൽ യുദ്ധം നമ്മൾ പുറത്തേക്ക് തന്നെ എടുത്തിട്ടുകൊണ്ട് നിങ്ങളും വായിച്ചോളൂ എന്ന് പറഞ്ഞ് KPA മജീദ് സാഹിബിനെ പോലെയുള്ള ആളുകൾക്ക് അയച്ച മെയിലുകൾ ജനങ്ങളെല്ലാവരും വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ ഐക്യം നടക്കണം. അത് നടക്കേണ്ടത് ആദർശപരമായിട്ടാണ്. ഐക്യം നടക്കേണ്ട കാര്യം വലാ തഫറഖൂ എന്ന് പറയുന്നതിന് മുമ്പ് വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അപ്പോൾ ഭിന്നിച്ചു പോകരുത് എന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നുണ്ട്. അതെന്താണ്? ഖുർആനും ഹദീസും. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നമ്മുടെ വിഷയങ്ങളെല്ലാം അവസാനിക്കും. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ വിനയത്തോടുകൂടി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും
അത് പരിഹൃതമാകും. ബഹുമാന്യരായ സമുദായ നേതാക്കന്മാർ, മന്ത്രിമാർ ഇവരൊക്കെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. പക്ഷേ അവർക്ക് സംസം വെള്ളത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യമല്ലല്ലോ. അതുപോലെ തന്നെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹദീസ് നിഷേധത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യമല്ലല്ലോ. അവർക്ക് വിചിന്തനത്തിൽ ജിന്നുബാധ എന്നത് വികലവാദമാണെന്ന് 2013 മെയ് 10 ഖുർആൻ നിഷേധം എഴുതി അത് ജംഇയ്യത്തുൽ ഉലമയുടെ ബുക്കിൽ പറഞ്ഞത് നേർവിപരീതവുമാണ്. ഈ വിഷയത്തിൽ അവർക്ക് തീരുമാനമെടുക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ എന്തുവേണ്ടി വരും? ബഹുമാന്യരായ നേതാക്കന്മാർ നമ്മളോട് പറയും, ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ഒരു തീരുമാനമെടുത്ത ശേഷം ഞങ്ങളെ വിവരം അറിയിക്കൂ എന്ന് തന്നെയാണല്ലോ അവർ പറയുക. അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ പൂവണിയിച്ചു കൊടുക്കണം. അതിനെന്തു വേണം? ആദ്യം മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ വമ്പിച്ച ഒരു ചർച്ച നടക്കണം. അതിൽ ഇൻഷാ അല്ലാഹ് ഈ വരാൻ പോകുന്ന 2 പെരുന്നാളുകളും അതുപോലെ നോമ്പിൽ പോലും അവർ ഭിന്നിക്കുന്ന ഒരവസ്ഥയിലാണ് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യം നടക്കേണ്ടതുണ്ട്. ഇരിക്കൂറിലെ സംഭവ വികാസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ഓർത്തുപോവുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, വിശിഷ്യ ഇരിക്കൂറിലെ മുജാഹിദ് പ്രവർത്തകരെ സഹായിക്കാൻ ജില്ലയുടെ ഒരു ഭാഗത്തു നിന്നും ആരും വരേണ്ടതില്ല എന്നായിരുന്നു ഇരിക്കൂറിലെ യഥാർത്ഥ KNM യൂണിറ്റ് കമ്മിറ്റിയുടെ തീരുമാനം. പലരും ചോദിച്ചു, ഇങ്ങനെ പള്ളി കൂട്ടാനൊക്കെ പല സ്ഥലത്തുനിന്ന് ആള് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഇവിടുന്നൊക്കെ ആളുകളോട് നാളെ പോകണമെന്ന് പറയുന്നുണ്ടല്ലോ. അവർ പറഞ്ഞു, ആരും വരരുത് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ള പ്രവർത്തകർ പള്ളി പൂട്ടുകയും അതിനുശേഷമുള്ള ഓരോ കോടതി വിധിയും വാദങ്ങളും നടക്കുമ്പോൾ അവർ ചെയ്തൊരു പ്രവർത്തനമുണ്ടായിരുന്നു. ആ പ്രവർത്തനമാണ് സഹോദരങ്ങളെ മുജാഹിദുകളെ വിജയിപ്പിച്ചത്. അതാണ് ആയുധം. ആ ആയുധം പലരുടെയും കയ്യിലില്ല. ആ മെസ്സേജ് എന്താണെന്നറിയാമോ? എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്, തഹജ്ജുദിൽ ദുആ ചെയ്യാൻ മറക്കരുത്. നാളെ കോടതി വിധിയാണ്, തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ ദുആ ചെയ്യാൻ മറക്കരുത്. ഇതാണ് ഇരിക്കൂറിലെ പാവപ്പെട്ട MSMകാരന്റെ ISMകാരന്റെ മുജാഹിദ് പ്രവർത്തകന്റെ മെസ്സേജ് എങ്കിൽ ആ ആഗ്രഹത്തെ തഹജ്ജുദിലുള്ള ദുആ ഒരിക്കലും ബാത്തിലിന് വേണ്ടി ദുആ ചെയ്യാൻ സാധ്യമല്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെല്ലാവരും പുനർവിചിന്തനം നടത്തണം. പള്ളി പൂട്ടിക്കാൻ ശ്രമിച്ചു പോയവരെ ശത്രുക്കളായി കാണരുത്. അവർക്കും മാനസികമായ പരിവർത്തനം വരണം. ഒരു പള്ളിയും പൂട്ടരുത്. ഒരു പള്ളിയിലെയും ഒരു ഭാഗം ഒരു ഇഖാമത്തും ഒരു റക്അത്ത് നമസ്കാരം പോലും തടസ്സമാകരുത്. പള്ളിയിൽ വെച്ച് മൊബൈൽ ശബ്ദമുണ്ടാകുമ്പോൾ പോലും നമ്മൾ അസ്വസ്ഥത കാണിക്കാറില്ലേ? അപ്പോൾ അല്ലാഹുവിന്റെ ഭവനത്തെ പൂട്ടാൻ നമുക്ക് അധികാരമില്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് വാശിയും ദേഷ്യവും ഒഴിവാക്കി നമ്മുടെ മനസ്സുകളെ വിനയത്തോടുകൂടിയാക്കാൻ സഹോദരങ്ങളെ. ഈ സംസാരം ഞാൻ സംസാരിക്കുന്നതിന്റെ പേരിൽ എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെടേണ്ടതുണ്ടോ? ഈ സംസാരം വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ടോ? അത് ശരിയല്ലല്ലോ സഹോദരങ്ങളെ. ഒരു ഹക്ക്, ഒരു സത്യമല്ലേ ഈ പറയുന്നത്. അതുകൊണ്ട് ഈ സംസാരം പോലും ഒരു ദേഷ്യത്തിനോ വാശിക്കോ ആരും കാരണമാക്കരുത്. അപ്പോൾ സത്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുന്ന ആളുകൾ മുമ്പ് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ പലരുടെയും കൂട്ടത്തിലുണ്ട്. കാന്തപുര വിഭാഗമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത്തരമൊരവസ്ഥയിലേക്കൊന്നും നീങ്ങാതെ നമ്മൾ പുനർവിചിന്തനം നടത്താനും നമ്മുടെ പള്ളികളിൽ ബഹളമുണ്ടാകാതെ വിഷമങ്ങളില്ലാതെ അല്ലാഹുവിന്റെ തൗഹീദ് വ്യക്തമായി പറയാൻ നമുക്ക് മുന്നോട്ട് പോകേണ്ടി. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ തളിപ്പറമ്പിലെ ഖുതുബയിൽ വെച്ച് ഞാൻ അവിടുത്തെ ബഹുമാന്യരായ പൊതുജനത്തോട് പറയേണ്ടി വന്നു, ജനങ്ങളെ, ഖുർആനിനും ഹദീസിനും എതിരായ ഒരു ഹർഫ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് പോകാൻ പറയാം. അവർ ജുമാ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, നിങ്ങൾ അതിനെതിരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് പറയാതെ നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേവല ഗ്രൂപ്പ് താല്പര്യമാണ് എന്ന് ജുമാക്ക് ശേഷം നിറഞ്ഞു നിന്ന സദസ്സിൽ നടന്ന ഒരു യോഗത്തിൽ തളിപ്പറമ്പിലെ മെമ്പർഷിപ്പ് എന്താണെന്നറിയാത്ത പാവപ്പെട്ട മുജാഹിദ് ആദർശം സ്വീകരിച്ച അവിടുത്തെ അനുഭാവി വൃദ്ധം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനാണ് വലുത്. ഇവിടെയുള്ള വലിപ്പത്തരങ്ങളല്ല, ഇവിടെയുള്ള വാശിയല്ല, ദേഷ്യമല്ല. നമുക്ക് വലുത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ സഹായമാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തീർച്ചയായും പുനർവിചിന്തനത്തിന് നമ്മളെല്ലാവരും തയ്യാറാകണം. പള്ളിയുമായി ബന്ധപ്പെട്ടത് പൂട്ടാൻ കാരണമായി യാത്ര ചെയ്തു പോയവർ ദയവ് ചെയ്ത് അല്ലാഹുവോട് പശ്ചാത്തപിക്കണം. കാരണം നരകം നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. അല്ലാഹു നമ്മളെ പരീക്ഷിച്ചാൽ ആ പരീക്ഷണം ഏറ്റെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് 10 ജുമുഅകൾ
23 ദിവസത്തെ 2.5 മാസത്തെ ആ ഇബാദത്തുകൾ മുടങ്ങിപ്പോയത് വളരെ ഗൗരവപൂർവ്വം സഹോദരങ്ങളെ നമ്മളെല്ലാവരും കാണുകയും അല്ലാഹുവോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും വേണം. ഒരുപക്ഷേ ഇന്ന് മടവൂർ സാഹിബ് പറയുന്നു തൗഹീദിൽ ആർക്കും കുറവ് പറ്റിയിട്ടില്ല. മടവൂർ സാഹിബ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു CD ടവറിലോ അല്ലെങ്കിൽ മർക്കസ് ദഅവയിലോ ഒരു റൂമിലിരുന്ന് അപ്പുറത്ത് TP എത്തുന്ന കോയമതിൽ ഇരുന്ന് നിങ്ങൾ കട്ടൻ ചായയും അതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പും തിന്നുമ്പോൾ ഇവിടെ എത്രയോ സഹോദരങ്ങൾ തമ്മിലടിച്ച് കുടുംബങ്ങൾ തെറ്റി ഒരേ നാട്ടിൽ 2 പള്ളിയുണ്ടായ അവസ്ഥയിലെത്തി പോയിട്ടുണ്ട് എന്ന് ബഹുമാന്യനായ മടവൂർ സാഹിബ്, നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ സംസാരത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് കേൾക്കണം. ഇപ്പൊ നിങ്ങൾ ഹറമിൽ വെച്ച് പറയുന്നു തൗഹീദിൽ ആർക്കും ഒരു കുറവും പറ്റിയിട്ടില്ല എന്ന്, അല്ലേ? എങ്കിൽ എന്തായിരുന്നു? നിങ്ങൾ ഒരു പുതിയ പണ്ഡിത സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിങ്ങൾ നിശ്ചയിച്ച അബ്ദുസ്സലാം സുല്ലമി, ബഹുമാനപ്പെട്ട AP അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആള് എന്ന് കാന്തപുരം വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ പോയി കൊടുത്ത ഇന്റർവ്യൂ ഇപ്പോഴും നമ്മുടെ അടുത്തില്ലേ എന്ന് മടവൂർ സാഹിബ് ചിന്തിക്കണം. ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കേണ്ടത് 2-3 വർഷം അങ്ങ് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു നേതാവ് ഹറമ പോയിട്ട് അങ്ങനെ ആരും ഹുസൈൻ സലഫി ഒന്നും ഒരിക്കലും ജിന്നിനോട് തേടാമെന്ന് വാദമൊന്നുമില്ല എന്ന് പിന്നീട് പറയുമ്പോഴേക്കും ഒരുപക്ഷെ അണികൾ, ഒരുപക്ഷെ നേതാക്കന്മാരെ വിശ്വസിച്ച് അകന്നിരിക്കും. ആ അകൽച്ച ഇത് രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ, ഇതൊരു സന്നദ്ധ സംഘടനയല്ലല്ലോ, ഇത് ദീനിന്റെ പേരിൽ മഹാനായ KM മൗലവി അദ്ദേഹം പ്രസിഡന്റായിക്കൊണ്ട് രൂപീകരിച്ച ഒരു സംഘമാണ്. മുംബൈ തന്നെയുള്ള തൗഹീദി ആദർശ പ്രബോധനം ശക്തമാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഒരു ശക്തമായ ആദർശ പ്രസ്ഥാനമാണിത്. ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി ഒരിക്കൽ പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരാളുടെ കയ്യിൽ ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുത്തു. എന്നിട്ട് ഇരുട്ടിലൂടെ പോകുന്ന അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മെഴുകുതിരി കെട്ടുപോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തിനാ മെഴുകുതിരി കൊടുത്തത്? ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ മുമ്പിൽ ചെളിയുണ്ടോ, കുണ്ടുണ്ടോ, പാമ്പുണ്ടോ, വല്ല അപകടവുമുണ്ടോ എന്ന് നോക്കാനാണ്. അദ്ദേഹം എന്തു ചെയ്തു? ഈ മെഴുകുതിരി കെട്ടുപോകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. അവസാനം കുണ്ടിൽ പോയി വീണു. 1950-ലാണ് കേരള ജമാഅത്തുൽ മുജാഹിദീൻ രൂപീകരിക്കുന്നത്. എന്നാൽ 50 വരെ ഇവിടെ ഇസ്ലാമിലെ ഉണ്ട്. എന്നാൽ ആദർശമായി ആദ്യം ഉണ്ടായിത്തീർന്നത് ഖുർആനിലും ഹദീസും പഠിപ്പിക്കുന്ന ആദർശം. ആ ആദർശത്തിന്റെ സംരക്ഷണത്തിലാണ് KNM ഉണ്ടായത്. അപ്പോൾ ആ KNM-ന്റെ സംരക്ഷണം ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ആ സംരക്ഷണം ആദർശപരമാണ്. ആ ആദർശത്തിന് വേണ്ടിയാണ് KNM, അല്ലേ? ആ KNM അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പിന്നീടത് ഹുസൈൻ മടവൂര് തിരുത്തി പറഞ്ഞതുപോലെ ആർക്കും ഒരു കുറവും തൗഹീദിൽ പറ്റിയിട്ടില്ല എന്ന് 10 കൊല്ലം കഴിഞ്ഞ് പറയുന്നത് പോലെ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പറഞ്ഞിട്ട് പിന്നെ എന്തിനായിരുന്നു നമ്മൾ ഇരിക്കൂർ പള്ളി പൂട്ടിച്ചത് എന്ന് 5 കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. 2 കൊല്ലം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആലോചിക്കണം. ഇതാ സഹോദരങ്ങളെ, കേരളത്തിലെ പുറത്തു നിർത്തപ്പെട്ട വിദ്യാർത്ഥികള്, യുവാക്കള്, പ്രഭാഷകർ ഒന്നിച്ചു പറയുന്നു യാ ഇബാദല്ലാ എന്നല്ല, യാ അല്ലാ എന്നാണ് വിളിക്കേണ്ടത്. ഹസ്ബി അല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി. ജിന്നിനെയും മലക്കിനെയും മഹാത്മാക്കളെയും ഒന്നും വിളിച്ചു പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പാടില്ല. അത് ശിർക്കാണ് എന്നും ശേശ്വരം പ്രഖ്യാപിക്കുമ്പോൾ സഹോദരങ്ങളെ, എന്തിനാണ് ഈ ശിർക്കാരോപണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹദീസ് നിഷേധമാകുന്ന മഹത്തായ അപകടത്തെ മൂടിവെക്കാൻ, ചേകനൂരിനെ നവോത്ഥാന നേതാവായി അവതരിപ്പിച്ചതിനെ മൂടിവെക്കുവാനുള്ള ശ്രമമാണ് ഈ ശിർക്കാരോപണം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ ശക്തിപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഗ്ലോബൽ ഇസ്ലാഹി സംഗമം കോഴിക്കോട്ട് വെച്ച് നടക്കുകയാണ്.
കോഴിക്കോട്ടെ സ്പാൻ ഓഡിറ്റോറിയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഗ്ലോബൽ ഇസ്ലാഹി സംഗമം നടക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രവാസികളും പ്രവാസികളല്ലാത്ത ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള സഹോദരങ്ങളും തങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം രാവിലെ 9 മണിക്ക് തന്നെ ഗ്ലോബൽ ഇസ്ലാഹി മീറ്റിൽ കോഴിക്കോട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടി അവരോട് ആവശ്യപ്പെടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. ഇരിക്കൂറിലെ പള്ളി തുറന്നു തന്ന ആഹ നിനക്ക് സ്തുതി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുവേ, ഈ പള്ളി അടഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ, കഷ്ടപ്പെട്ട, സമ്പത്ത് ചെലവഴിച്ച, പീഡനങ്ങൾ സഹിച്ച, ഭീഷണികൾ കേട്ട, പരിഹാസങ്ങൾ സഹിച്ച ഒട്ടേറെ കുട്ടികളടക്കമുള്ള, സ്ത്രീകളടക്കമുള്ള, യുവാക്കളടക്കമുള്ള, പണ്ഡിതരടക്കമുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ഉന്നതമായ പ്രതിഫലം നൽകണമേ. ഈ വിഷമങ്ങളൊക്കെ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ മിമ്പർ ഒരിക്കലും ശിർക്കാരോപണം പറയുന്ന, ഹദീസ് നിഷേധം പറയുന്ന, ശിർക്ക് പറയുന്ന ഒരു മിമ്പറായി പോകാതിരിക്കാൻ, നിന്റെ ദീനിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നാഥ, നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കാവൽ നീ ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുവേ, 2.5 മാസക്കാലത്ത് ഇബാദത്ത് മുടങ്ങിയതിന് റബ്ബിനോട് കൈനീട്ടി തൗബ തേടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളുടെ മനസ്സുകളെ നീ എത്തിച്ചേർക്കണമേ. 10 ജുമഅകൾ മുടങ്ങിപ്പോയത് രക്ഷവനെ തെറ്റായി പോയി, പുറത്തു തരേണമേ. അല്ലാഹുവേ, നിന്നോട് കൈനീട്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് നീ അവരെ എത്തിക്കണമേ. നീ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. അല്ലാഹുവേ, മടവൂർ വിഭാഗം ഒരുക്കുന്ന കെണികളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അവരുടെ ഹദീസ് നിഷേധങ്ങൾ തിരുത്തി, തൗഹീദിന്റെ വ്യാഖ്യാനത്തിൽ അവർ പറ്റിയ തകരാറുകൾ തിരുത്തി അവർക്ക് തിരിച്ചു വരിക വഴി യഥാർത്ഥ ഐക്യമുണ്ടാക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റമദാൻ മാസം യാതൊരു അല്ലലും അലട്ടലുമില്ലാതെ ഇബാദത്തുകളുമായി മുന്നോട്ട് പോകാനും പരസ്പരം അടുക്കാനും പരസ്പരം പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുവാനും നാഥാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. പ്രായം ചെന്ന് പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. അവർക്ക് നീ ആഫിയത്ത് നൽകണമേ. അല്ലാഹുവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് വിട പറഞ്ഞ ഒട്ടേറെ സഹോദരങ്ങളുണ്ട്. തളിപ്പറമ്പ് പള്ളിയിലേക്ക് ജുമഅക്ക് വരുന്ന വഴിക്ക് 2 ആഴ്ച മുമ്പ് ഒരു സഹോദരൻ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച പള്ളിയിൽ പോകാൻ ആഗ്രഹമുള്ള ഒരു സഹോദരൻ വ്യാഴാഴ്ച അസുഖത്തിൽപ്പെട്ട് വെള്ളിയാഴ്ച മരണപ്പെട്ടു പോയി. അങ്ങനെ ഒട്ടേറെ സഹോദരങ്ങൾ പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവർ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ആളുകൾക്ക് സത്യം അറിയിച്ചു കൊടുക്കുന്ന ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമും അൽ ഇസ്ലാഹ് റേഡിയോ, ഈ 2 സംവിധാനങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ചെറിയ ചെറിയ അബദ്ധങ്ങൾ പോലും ഇല്ലാതെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. നിന്റെ ദീനിന്റെ വക്താക്കളാകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.